എന്നാൽ ഈ ഒരു പുതിയ കാലത്ത് ഭാരതീയത എന്ന് കേട്ടാൽ അത് നവബ്രാഹ്മണിസം ആയ കാലത്ത് ബ്രാഹ്മണ മതങ്ങൾ കാലങ്ങളായി ഉണ്ടാക്കിക്കൊണ്ടുവന്ന ബ്രാഹ്മണിക്കൽ ഓർഡറിന്റെ തത്വശാസ്ത്രമായിട്ട് ഭാരതീയതയെ ബ്രാഹ്മണീയതയാക്കി ചുരുക്കി കാണിക്കുന്ന കാലത്ത് എന്നല്ല യഥാർത്ഥ ഭാരതീയത എന്ന് വളരെ സൂക്ഷ്മമായ വിഷയം ചോദിക്കണം. എനിക്ക് മാഷോട് ഏറ്റവും വലിയ ബഹുമാനം ആ പ്രവർത്തനം അദ്ദേഹം ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിൽ വളരെ കാലം മുമ്പ് തന്നെ ശ്രമണ മതവും ബ്രാഹ്മണ മതവും തമ്മിൽ സംഘർഷങ്ങളുണ്ടായിരുന്നു. ശ്രമണ മതം എന്ന് പറഞ്ഞാൽ അത് ഈശ്വരാധിഷ്ഠിതമായിരുന്നില്ല. ശ്രമണ ചിന്തകളിൽ സാഖ്യം, ന്യായം, പരിശേഷണം, പൂർവമീമാംസ, ഉത്തരമീമാംസ തുടങ്ങി ഭാരതത്തിലെ ആദ്യകാലത്തെ പല ദർശനങ്ങളും ചാർവാകന്മാരുടെ ദർശനവും ലോകായുടെ ദർശനവും ബുദ്ധന്റെ ദർശനവും വർദ്ധമാന മഹാവീരുടെ ദർശനവും ഇന്ത്യൻ ദർശനങ്ങളുടെ ഭൂരിഭാഗവും ദൈവനിഷ്ഠമായിരുന്നില്ല. ഈശ്വരീയതയോ അല്ലെങ്കിൽ ഈശ്വര ദർശനങ്ങളോ അംഗീകരിച്ചില്ല. എന്നാൽ പിൽക്കാലത്ത് ബ്രാഹ്മണ മതങ്ങൾ ഈ ശ്രമണ പാരമ്പര്യങ്ങളെ മുഴുവൻ തുടച്ചു നീക്കുകയും അതിലൊക്കെ ബ്രാഹ്മണ മത വ്യാഖ്യാനത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് ഭഗവത്ഗീതയിൽ പോലും സാഖ്യയോഗം കൊണ്ടുവന്ന് സാഖ്യത്തിന്റെ നിരീശ്വരത്വത്തെ ഇല്ലാതാക്കി പുതിയ ഈശ്വരീയത ചേർന്ന് ആമുഖമായി പറയുന്നത്. അങ്ങനെ ഭാരതത്തിന്റെ മുഖ്യപ്രാമാണ്യമായി നിലനിൽക്കുന്ന ദർശനങ്ങളെ ബ്രാഹ്മണ മതങ്ങളെ വളച്ചൊടിച്ച് എങ്ങനെയാണ് അതിന്റെ പ്രയോഗശാസ്ത്രമായ സംഘപരിവാര രീതിയിലൂടെ ഒരു നൂറ്റാണ്ട് കൊണ്ട് പുതിയ അധികാര രൂപമായി മാറിപ്പോകുന്നത് എന്നത് വളരെ ഉയർന്ന നിലവാരത്തിൽ വിശകലനം ചെയ്യുന്ന ഒരാളാണ് സംഭാവന. ഇന്ന് ബ്രാഹ്മണ മതങ്ങൾ അതിന്റെ അധികാര രൂപമാകുന്നതിന്റെ വൈകിക്കുന്നറിയാം. നേരത്തെ മറ്റു രാഷ്ട്രീയത്തിലൊന്നും കടന്നില്ല. അതിന്റെ ഒരു ചെറുത്തുനിൽപ്പ് ബ്രാഹ്മണ മതങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഭാരതീയതയല്ല, ഭാരതീയത മറ്റൊന്നാണ് എന്ന് വളരെ വളരെ കൃത്യമായി നിർവചിച്ച ഒരാളെന്ന നിലയിൽ എനിക്കും ഇഷ്ടമുള്ള ആ വഴി പോകുന്ന ഒരു പൂർവ്വഗാമി എന്ന നിലയിൽ ഞാൻ അങ്ങനെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൃതികൾ ഈ പുസ്തകം മോശമാണെന്നല്ല, കവിതയിൽ അധികം ചെയ്യുന്നത് അത് തന്നെയാണ്. ഇതിൽ തിരുമേനി, നഗ്നനാണ്, നല്ല ഇളയന്മാർ എന്നീ കവിതകൾ ബ്രാഹ്മണ മതങ്ങളുടെ ബ്രാഹ്മണ പൗരോഹിത്യത്തിന്റെ കാവ്യമല്ല, അത് ക്രൈസ്തവ പൗരോഹിത്യത്തിന്റെ കാവ്യത്തിന്റെ മറനീക്കി കാണിക്കുന്ന അതിനെ ഒരു മതത്തിന്റെ പൗരോഹിത്യത്തോടല്ല. വിവിധ മതങ്ങൾ കാലങ്ങളായി പൗരോഹിത്യ വ്യാഖ്യാനങ്ങൾ കൊണ്ട് എങ്ങനെയാണ് യഥാർത്ഥ മാനവികതയെ മറച്ചു വെച്ചത് വളരെ ശക്തിയായ അന്വേഷണമാണ്, വളരെ ധീരമായ അന്വേഷണമാണ്. ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള അന്വേഷണമാണ്. ഈ അന്വേഷണത്തിൽ ഏർപ്പെട്ട പലരും കാലഗതിയെ പ്രാപിക്കുകയാണ് ചെയ്തത്. അവരുടെ പല പേരുകൾ ഞാൻ പ്രാപിക്കുന്നില്ല. ഇവയും ഇത്തരം അന്വേഷണത്തിൽ ഏർപ്പെട്ട പലരും കാലഗതി കൂടി ഭാഗ്യവശാൽ മാസം കേരളത്തിലായതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്യോഗം അദ്ദേഹം പറഞ്ഞില്ല. കേരളം നിലനിൽക്കേണ്ടത് അതുകൊണ്ട് വളരെ പ്രധാനമാണ് എന്നുകൂടി താൽക്കാലികമായി പങ്കുവയ്ക്കും. കേരളം നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും ആരൊക്കെ ഉള്ളതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി മൂന്നാമതും അധികാരത്തിൽ വരണം എന്നാണ് ഏറ്റവും വ്യക്തമായ ഞാനത് സ്ഥാനാർത്ഥിയെന്ന് പറയുന്നതല്ല, 10ാമത്തെ വയസ്സ് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അധികാരത്തെ കുറിച്ചല്ല, ഇടതുപക്ഷ രാഷ്ട്രീയം 10ാമത്തെ വയസ്സിൽ കൊണ്ടുവരുന്നതാണ്. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. മെയിനാമത് രാത്രി പാതയൊക്കെ എടുത്തിരുന്നത് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഒരുപാട് ഭാര്യത്തോട് വോട്ട് ചെയ്ത് തന്നെ സഹായിക്കാൻ വിജയിക്കണം. അപ്പോഴാണ് ആ ഹാങ്ങോട് പോയിട്ടാണ് മനസ്സിലായത്. അപ്പം ഇപ്പോ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കവിതയിൽ പ്രവേശിക്കുന്നത്. മനോഹരമായിട്ട് ജീവിതത്തിന്റെ താളത്തിനൊന്നും താളത്തിലില്ലാത്തതുമായ കവിതകളുണ്ട്. താളത്തിനോട് നല്ല താളത്തിൽ നല്ല വൃത്തത്തിൽ എഴുതാൻ കഴിയുന്ന ഒരാളാണ് എഴുതാൻ മാഷ്. പക്ഷെ മാഷ് പ്രമേയങ്ങൾക്കനുസരിച്ച് അതിന്റെ ശില്പം മാറ്റുകയും ചെയ്യും. ഒരു പ്രമേയം ഏത് ശില്പമാണോ ആഗ്രഹിക്കുന്നത് ആ ശില്പത്തിലേക്ക് കവിതയെ മാറ്റാനുള്ള നല്ല പ്രയത്നമുള്ള ഒരു കവിതയാണ്. അതിന്റെ കാത്തു നിൽക്കുന്നത് വളരെ ആശ്ചര്യമായ ആഴമുള്ള കവിതയാണ്. അതോടൊപ്പം തന്നെ നല്ല സംഗീതമുള്ള ശില്പമാണ്. കാത്തു നിൽക്കുന്നത് ഞാൻ എന്റേതായ രീതിയൊന്നുമില്ല.
കാത്തു നിൽപ്പാടമേകപ്പുലരി കാലമേറിയിട്ടും പൂക്കാത്ത മാവുകൾ കാത്തു നിൽപ്പാടും കുയിലിനെ കാലമേറിയിട്ടും പൂക്കാത്ത മാവുകൾ കാത്തു നിൽപ്പാടും കുയിലിനെ കാലമാകാതെ കാത്തു നിൽക്കുന്നവർ കാലമേറിയിട്ടും കാത്തു നിൽക്കുന്നവർ കാലചക്രക്രമക്കേടുകൾ കാലമാരെയും കാത്തു നിൽക്കാത്തവൾ കാലമാകാതെ കാത്തു നിൽക്കുന്നവർ കാലമേറിയിട്ടും കാത്തു നിൽക്കുന്നവർ കാലചക്രക്രമക്കേടുകൾ കാലമാരെയും കാത്തു നിൽക്കാത്തവൾ കാത്തുനിൽപ്പിന്റെ ഉഷ്ണപ്പുകച്ചിലിൽ കാഞ്ഞ പുഞ്ച പോയി നെഞ്ചകപ്പച്ചകൾ കാത്തുനിൽപ്പിന്റെ ഉഷ്ണപ്പുകച്ചിലിൽ കാഞ്ഞ പുഞ്ച പോയി നെഞ്ചകപ്പച്ചകൾ. അവസാനത്തെ വഴി കാഞ്ഞ പുഞ്ച പോയി നെഞ്ചകപ്പച്ചകൾ. അതീവ ലളിതമായ ഒരു ഗ്രാമ്യ കഥ സൗന്ദര്യമാണ്. കാഞ്ഞ പുഞ്ച എന്നൊക്കെ വെള്ളവും പോഷകങ്ങളും കിട്ടാതെ കാഞ്ഞു പോയ പുഞ്ച പോലെ നെഞ്ചക പച്ചകൾ. അതിലെ വരികളിൽ ഭാഷ ഉണ്ടാക്കുന്ന സൗന്ദര്യം, അതിലെ നാട്ടുഭാഷാ തന്ത്രം. ഇതെനിക്ക് തോന്നുന്നു 50 വർഷം മുമ്പ് KK പീതാംബരൻ മാസ്റ്റർ വടക്കേ മലബാറിൽ നിന്ന് സ്വാംശീകരിച്ച അദ്ദേഹം ഏറ്റുമാനൂരിനടുത്ത് പേരൂരിൽ നിന്ന് തന്റെ യൗവന വീക്ഷണ ദിനങ്ങളിൽ മലബാറിലേക്ക് പോകുക, കേരളത്തിലേക്ക് പോകുക 50 ആളുകളുടെ. പക്ഷെ അദ്ദേഹം ഏറ്റുമാനൂരിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടികളെയും വടക്കൻ മലബാറിൽ നിന്ന് സ്വാംശീകരിച്ചതൊക്കെ കവിതയിൽ നിലനിർത്തിച്ചു. അതേപോലെ തന്നെ വടക്കൻ മലബാറിന്റെ ഒരു കാവ്യരീതി വടക്കൻ പാട്ടുകളുടെയും മനുഷ്യ വൃത്തത്തിന്റെയും നാട്ടു ചൊൽവഴികളുടെയുമാണ്. പക്ഷെ മലയാളത്തിൽ ഗദ്യത്തിൽ എഴുതുമ്പോൾ പോലും നമ്മുടെ വീരാൻകുട്ടിയോട് കാത്തു സൂക്ഷിക്കുന്ന അതീവ വിശുദ്ധമായ നാട്ടുമലയാളങ്ങൾ. അത് ചെറുശ്ശേരിയിൽ തോന്നുന്നതാണ്. ചെറുശ്ശേരിയുടെ കോലത്തിനാട് വടക്കേ മലബാറിന്റെ അങ്ങനത്താണ്, ഉത്തര കേരളത്തിലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ചെറുശ്ശേരി ഇല്ലം വളരെ അടുത്താണെന്ന് കണ്ടുപിടിച്ച് അരൂർ പപ്പേട്ടന്റെ നേതൃത്വത്തിൽ അവർ ചെറുശ്ശേരി സ്മാരക സമിതി ഉണ്ടായിരുന്നതിൽ 2-3 തവണ ഒന്ന് പ്രസംഗിച്ചതാണ്. അതിനൊരു പുരസ്കാരം, ചെറുശ്ശേരി പുരസ്കാരം നമ്മൾ ഇല്ലാത്തിൽ കൊടുത്തിട്ടുണ്ട്. പണ്ട് ഞാൻ ഈ പപ്പേട്ടൻ അരൂർ പത്മനാഭൻ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹവും കടമേരി ബാലകൃഷ്ണനും വിളിച്ച് ഈ പ്രദേശത്ത് ഓരോ തവണ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പക്ഷെ വീട്ടിൽ കൊണ്ടിയെ ഞാൻ അറിയാതെ കാണുന്നത് 80-ൽ കഥാപ്രസംഗരായിരുന്നു ടൗൺപാട് നോക്കണം. അക്കാലത്ത് വടകരവി അശോകൻ വർഷത്തിൽ അടുത്ത കാലത്താണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് തിരക്കാരെന്നാണ് പറയുന്നത്. വടകരവി അശോകൻ, TH കുഞ്ഞിരാമൻ നമ്പ്യാർ, നമ്മുടെ ദിനേശൻ പുത്രത്തിന്റെയും ഈ പത്രത്തെ പിതാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ TH കുഞ്ഞിരാമൻ ആയിരിക്കും. TH കുഞ്ഞിരാമൻ നമ്പ്യാരും വടകരവി അശോകനും മധുരയിൽ തന്നെയും വടക്കൻ പാട്ടിലെ വളരെ വ്യത്യസ്തങ്ങളായ 2 കഥകൾ പറയുന്നത് ഞാനൊരു 40 കൊല്ലം മുമ്പ് കേട്ടിട്ടുണ്ട്. ആ പൂർണ്ണതയും മധുരയിൽ വിശേഷം പുസ്തകത്തിലാക്കാൻ VT കുമാരൻ മാഷ കൂടി ആ പുസ്തകം ഭാഷാനിഷ്ഠ പുറത്തിറക്കിയതിൽ പറഞ്ഞത് ഇത് ചെറുശ്ശേരി തൊട്ട് നാട്ടുവഴി മലയാളത്തിന്റെ അസാധാരണമായ ഒരു സൗന്ദര്യമുള്ള നാടാണ് ഈ വടകര പ്രദേശത്ത്. ഇവിടെ ഉണ്ടായിരുന്ന കടത്തനാട്ട് മാധവ്യമാണെങ്കിലും നമ്മുടെ VT കുമാരൻ മാഷായിരുന്നാലും VT അബ്ദുറഹ്മാൻ ആയിരുന്നാലും പിൽക്കാലത്ത് പല പള്ളികളും മൂടാടി ദാമോദരൻ മാഷ ലോകയിലെന്ന ഈ വടകരയിലെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളുകളാണ് മാഷും മൂടാടി ദാമോദരൻ മാഷും കടത്തനാട്ട് മാധവ്യമൊക്കെ. കടത്തനാട്ട് മാധവ്യമെ ഞാനിവിടെ വന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് അനേക വർഷങ്ങൾക്ക് പോകും. അപ്പൊ അവരൊക്കെ ഉണ്ടാക്കിയെടുത്തത് നാട്ടുവഴി മലയാളമുണ്ട്. മാണിച്ചു പോകുന്നു ഞാനീ ചൂടി ഞാനീ വരമ്പിൽ കൊതുമ്പിൽ നിൽക്കെ ഏതൊരു വിശ്വവിദ്യാലയത്തിലും സോദരിമാരെ പഠിച്ചു കൈവശമാക്കുവാൻ കലാവൈഭവം ഏതൊരു അധ്യാപകൻ കൂട്ടുകൊണ്ടു ഗ്രാമശ്രീകളിൽ കലാവും.
തുമ്മാൻ ചെരുകി. ഈ തുമ്മാൻ ചെരുകി ആൾക്കാർക്ക് മനസ്സിലായില്ല. മുറുക്കാൻ തിരികെ വെച്ചതിനുള്ള ഒരു വടക്കൻ പ്രയോഗമാണ് തുമ്മാൻ ചെരുകി. പുതുകുളത്തുമ്പുകൾ ഒന്ന് മേലാത്തം കയറ്റി കുത്തി ഞാറുകുടയും വരമ്പത്തെ പാഴ്ചെടി താരയിൽ താമര താർവിടത്തി. ഇങ്ങനെ അതിമനോഹരമായ ഒരു വടക്കൻ മലയാളമുണ്ട്. അത് വടക്കൻ നാട്ടിലെ മലയാളമാണ്. കേരളത്തിൽ ബ്രാഹ്മണാധിനിവേശം, ഞാൻ ഭാഷ പ്രത്യയശാസ്ത്ര പറയുന്ന ബ്രാഹ്മണാധിനിവേശം ഇല്ലാത്ത അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് കടത്തനാട് തോർണാവലി പ്രദേശം. വടക്കേ മലബാറിൽ പയ്യന്നൂരിൽ 2 ഗ്രാമങ്ങളുണ്ട്, ബ്രാഹ്മണ ഗ്രാമങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ പ്രദേശത്ത് പന്നിയൂർ, ശുഗകുലം, അങ്ങനെയാണ് 64 ബ്രാഹ്മണ ഗ്രാമങ്ങൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. അതിനൊരു കാരണം നല്ല കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൽ മാത്രമേ ബ്രാഹ്മണർ അധിനിവേശം ചെയ്തുള്ളൂ. കർഷകരും പശുപാലകരുമായിരുന്നു. അന്ന് കൂടി നാടായിരുന്ന ഈ കോർണാവലി നാടിനെയും കടത്തനാടിനെയും ഉപേക്ഷിച്ചാണ് തെക്കോട്ട് പോയത്. അതുകൊണ്ട് സംസ്കൃത സ്വാധീനമില്ലാത്ത മലയാളം ഉള്ളത് ഈ പ്രദേശത്താണ്. മാഷ് ആഗ്രഹിക്കുന്ന അധിനിവേശമില്ലാത്ത മലയാളം ശരിക്ക് കാണണമെങ്കിൽ കടത്തനാട്, കോർണാവലി പ്രദേശങ്ങളിൽ, നാദാപുരം പ്രദേശങ്ങൾ വടക്കനാട്ടിൽ നല്ലപോലെ കാണാം. വടക്കനാട്ടിൽ സംസ്കൃത പദം തീരെയില്ല. എം.ആർ. പറയുന്നത് ചിലർക്ക് സംസ്കൃതം വേണമെന്ന ഭയങ്കരമായ ബോധം കൊണ്ട് നാണക്കേടിനെ നാണിപ്പക്കേട് എന്നാക്കി പ്രയോഗിച്ചു കൊടുത്താൽ സംസ്കൃത സ്വാധീനമില്ലാത്ത ഭാഷ, നന്ദനത്തിന്റെ ഭാഷ വരെ ആ ഭാഷയിൽ പെടണം. നാട്ടുമൊഴി മലയാളം അത് വീട്ടിൽ കടമേരി ബാലകൃഷ്ണൻ നല്ല കവിയായിരുന്നു. അദ്ദേഹം ബാലരാമായണം, ആശാൻ എഴുതിയ ബാലരാമായണം അദ്ദേഹം മാറ്റി എഴുതി. ആശാൻ 3 ഖണ്ഡമൊക്കെ എഴുതി. അത് പൂർത്തിയാക്കി. ഞാനത് വളരെ സന്ദർഭത്തിലാണ് ഓർക്കുന്നത്. അങ്ങനെ ഒരു നാടാണ് ഈ നാട്. ഈ നാടിന്റെ ഭാഷയാണ് വളരെ ലളിതമായ ഒറ്റ വായനയിൽ ഒറ്റ കേൾവിയിൽ ആസ്വാദകന് മനസ്സിലാകുന്ന ഭാഷയാണ് ഭാഷ. കവിതയിലുടനീളം ഉപയോഗിച്ചിട്ട് ഈർത്തുണ്ടാക്കുന്നവൻ പറയുന്നത് എന്ന് കവിതയിൽ പറയുന്നത് ഈർത്ത് വെക്കാൻ പറ്റാത്ത വിധം ശവങ്ങൾ വലുതായി വലുതായി വരുന്നു. ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ഈർത്തിൽ ഒടുങ്ങാത്ത ശവങ്ങൾ. പ്രയോഗമാണ്, അതായത് പൊളിറ്റിക്കൽ പ്രയോഗം. ഈർത്തിന് കവർ ചെയ്യാൻ പറ്റാത്ത നീണ്ട ശവങ്ങൾ. ഒരുപക്ഷെ ഈർത്തിന് മഹാചിഹ്നങ്ങൾ വേണ്ടി വരുന്നു. പിന്നെ അതിസൂക്ഷ്മമായ രാഷ്ട്രീയ വിമർശനങ്ങൾ കാലഘട്ടത്തിലുണ്ട്. അടുക്കളയും അരങ്ങും വല, ഊർജത്തൊരു കുത്തുമൊഴി, ജീവനില്ലാത്ത മതം എന്ന കവിതയിൽ ജീവനില്ലാത്ത മതം വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഭാഷകളിൽ ഇത് അനവധി സൂക്ഷ്മ പ്രയോഗങ്ങളിൽ മതങ്ങളുടെ തീക്ഷ്ണമായ പൗരോഹിത്യ അധികാരത്തെ തീർമാനമായിട്ടാണ് ചോദിക്കുന്നത്. അതിന് യാതൊരു മടിയില്ല. വിയർപ്പ് എന്ന കഥയിൽ പറയാണ്, വിയർപ്പിന്റെ ആത്മാവ് വീണ്ടെടുക്കാൻ ഇനി നമ്മൾ എത്ര വിയർപ്പ് കൊടുക്കണം. വിയർപ്പിന്റെ ആത്മാവ് വീണ്ടെടുക്കാൻ ഇനി നമ്മൾ എത്ര വിയർപ്പ് കൊടുക്കണം. ഞാൻ ഈ കഥ മുഴുവൻ വിസ്തരിക്കുന്നില്ല. അത് മിനിപ്രസാദ് കവിതയിൽ ചെയ്യുന്നതിനറിയാം. ഈ കവിതകളിലൊക്കെ രാഷ്ട്രീയം എന്നതാണ് ഈ കവിതയുടെ സവിശേഷത. ഈ ചെങ്കടൽ ചിന്തുകൾ പോലെ തന്റെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് വളരെ തീവ്രമായി ആവിഷ്കരിക്കുന്നതാണ് ഇതിലെ ഓരോ കവിതയും. തീർച്ചയായും മാഷ് തന്റെ രാഷ്ട്രീയ നിലപാട് മറച്ചു വെച്ച ഒരാളല്ല. നിഷ്പക്ഷതയുടെ കാപട്യം ഒരു കാലത്ത് വെങ്കയ്യനാഥൻ മാഷ് കൊണ്ടു നടന്നിട്ടില്ല. അപ്പോൾ ഈ കവിത ഗദ്യത്തിലായാൽ പോലും മാറിക്കൊണ്ട ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയ മാനവിക, അത് നീണ്ട വാക്കാണ്. ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയ മാനവികത അത് നിർവചിക്കുന്നത് പ്രധാനപ്പെട്ട ദൗത്യമാണ്. പക്ഷെ എനിക്ക് പിതാവ് മാഷ് കൃത്യമായി പഠിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇടത്തല്ല വലത്തല്ല നടുക്കല്ലൻ സരസ്വതി തുടുത്ത താമരപ്പൂവിൽ ഉറക്കമല്ല തുടിക്കുന്ന മനുഷ്യന്റെ കരളിലെ തുടുത്ത താമരപ്പൂവിൽ അവൾ വാഴുന്നത്. അപ്പൊ നടുക്കുമല്ല ഇടത്തുമല്ല എന്ന് പറഞ്ഞാലും ഏതൊരിടത്താണ് എത്തുന്നത് ആ ഇടം എന്ന ഇടത്ത് ഇടത്താകുന്ന ഇടം കൃത്യമായി മാഷ് പലപ്പോഴും കച്ചോടിത്തേന്റെ കാലത്താണ് ഈ കൊച്ചു കവി ഞാൻ ജനിച്ചതെങ്കിൽ ആ കവി പറയുന്നത്
തിന്നുമ്പോൾ ചെന്നാലോ ചോറ് കിട്ടും, തേക്കുമ്പോൾ ചെന്നാലോ എണ്ണ കിട്ടും, അത്താഴ കഞ്ഞി കരിയും കിട്ടും. അങ്ങനെ ഒരു വ്യവസ്ഥ, ഒരു പ്രാചീന സോഷ്യലിസ്റ്റ് വ്യവസ്ഥ പുലർന്ന നാട്ടുമുടി മലയാളത്തിന്റെ നാട്ടിൽ വന്ന് 50 ജീവിച്ച AK പീതാംബരൻ മാഷ് ഈ നാടിന്റെ അംഗചേകവന്മാർ പോരാടി നേടിയ ചെഞ്ചുവപ്പിന്റെ പങ്കുകൾ. അംഗചേകവന്മാർ പറയുമ്പോൾ നമ്മൾ പറയുന്ന കഥയിലെ ചേകവരല്ല, രക്തസാക്ഷികൾ. അവസാനത്തെ തുള്ളി ചോരയിൽ നിവർന്നു നിന്ന് മുന്നോട്ട് എഴുതിവെച്ച രാഷ്ട്രീയ പോരാളികൾ എന്ത് ശബ്ദത്തിലാണ്, എന്ത് സ്വപ്നത്തിലാണ്, എന്ത് സ്വർഗത്തിലാണ് ചെങ്കനൽ ചിന്തകൾ ഉച്ചരിച്ചത്. അതിന്റെ ഏറ്റവും ആധുനികമായ രൂപം ഭാഷ